ഇസ്രയേൽ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നടത്തിയ ആക്രമണത്തിൽ ഏറ്റവും അധികം വിരണ്ടിടിക്കുന്നത് ഇറാൻ എന്ന് പറയുന്ന രാജ്യമാണ്. നിലവിൽ ഇറാനുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ലായിരുന്നു. അതായത് ഇസ്രയേൽ ഇനി ആക്രമിക്കാൻ പോകുന്നത് ഇറാനെ ആയിരിക്കുമെന്നുള്ളത് അയത്തുള്ള അലി ഖമനൈ എന്ന് പറയുന്ന അവരുടെ പരമോന്നത നേതാവ് ഭയപ്പെടുന്നു. പെട്ടെന്ന് തന്നെ ഈജിപ്റ്റ് ഒരു മധ്യസ്ഥ ശ്രമവുമായിട്ട് എത്തുന്നു. ഈജിപ്തിൻ്റെ മധ്യസ്ഥതയിൽ ഇറാനും ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയും തമ്മിൽ ഒരു ചർച്ച നടത്തുന്നു. അതായത് ഇറാനിലെ ആണവ സൗകര്യങ്ങളെക്കുറിച്ച് വന്ന് പരിശോധന നടത്താനായിട്ട്, അതേക്കുറിച്ച് അന്വേഷിക്കാനായിട്ടൊക്കെ തന്നെ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിക്ക് സൗകര്യം നൽകുന്നു, അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ പോകുന്നു. ഇത് ഖത്തറിൻ്റെ മേൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൻ്റെ തുടർച്ചയായി സംഭവിച്ചതാണ്. കാരണം ഖത്തറിലേക്ക് ഇസ്രയേൽ ഒരു ഓപ്പറേഷൻ നടത്തുന്നു എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യം സംഭവിച്ച കാര്യമാണ്. ഇത്തരമൊരു ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ നാളെ ഇറാനിലും ഇത് സംഭവിക്കാം. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും അറിയാതെയാണ് 3000 കിലോമീറ്ററോളം അകലെയുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് ഇസ്രയേലി പോർ വിമാനങ്ങൾ പറന്നു ചെന്ന് ആക്രമണം നടത്തിയത്. ഈ ആക്രമണം നടത്തിയ ശേഷമാണ് താൻ അറിഞ്ഞതെന്ന് ട്രംപിന് പരസ്യമായി സമ്മതിക്കേണ്ടി വരുന്നു. ഇവിടെ എന്താ, ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയെ ഇവിടെ പരിശോധന നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് നേരത്തെ തന്നെ, അതായത് ജൂലൈ 2 തന്നെ ഇറാൻ തീരുമാനമെടുത്തിരുന്നു. അപ്പം ആണവ പരീക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും അന്വേഷിക്കാനുള്ള ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ നീക്കത്തെ താൽക്കാലികമായിട്ട് തടഞ്ഞുകൊണ്ട് പാർലമെൻറ്റിൽ പ്രമേയവും പാസാക്കി. അവിടെ നിന്നാണ് ഇപ്പോൾ അയത്തുള്ള അലി ഖമനൈ ചുവട് മാറ്റുന്നത്. എന്നിട്ട് പറയുന്നു, ഈ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ തലവനായ റാഫേൽ ഗ്രേസിക്ക് ഉൾപ്പെടെ ആർക്കും എപ്പോൾ വേണമെങ്കിലും ഇറാനിലേക്ക് വരാം. അതായത് ഈജിപ്തിലേക്ക് ഈ ഗസയിലെ ആക്രമണത്തെ തുടർന്ന് ഹമാസ് ഭീകരർ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലെ അവർ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്നത് ഈജിപ്തിനും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഖത്തർ അവിടെ മധ്യസ്ഥ ശ്രമം നടത്തുന്നത് പോലെ ഇവിടെ ഇറാനും ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുമായിട്ടൊരു മധ്യസ്ഥ ശ്രമത്തിന് വേദിയൊരുക്കുകയാണ്. അങ്ങനെ ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രിയായ ബദർ അദ്ബലാദിയും ഇറാനിയൻ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അരഗാച്ചിയും IAEA ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള റാഫേൽ ഗ്രോസിയും സംയുക്തമായിട്ടൊരു യോഗം ചേരുന്നു. ഈ യോഗത്തിൽ ഇറാൻ എല്ലാ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്നും പഴയ രീതിയിലുള്ള അന്വേഷണം പുനരാരംഭിക്കാൻ സമ്മതമാണെന്നും പറയുന്നു. അപ്പോൾ പരസ്പര വിശ്വാസം വീണ്ടെടുക്കുക, വളർത്തിയെടുക്കുക, നയതന്ത്രപരമായ പരീക്ഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക, ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുക, ഇതെല്ലാം തന്നെ അവർ സമ്മതിക്കുകയാണ്. കാരണം ഇറാനിൽ ഇത്തരത്തിലുള്ള പരിശോധന നടത്താൻ വിസമ്മതിക്കുകയാണെങ്കിൽ പ്രാദേശികമായിട്ട് പല പ്രശ്നങ്ങളും അവർ നേരിടേണ്ടി വരും. കാരണം IAEAക്ക് അവിടെ പ്രവേശനമില്ല എന്ന് പോലും ഇറാൻ ഒരു കാലത്ത് പറഞ്ഞതാണ്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചെന്താ, ഇസ്രയേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു, തങ്ങളുടെ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഹമാസാണ്, അതായത് ഗാസ മേഖലയിൽ. ആ മേഖലയിലെ പ്രശ്നങ്ങളുടെ വേരറുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഹമാസിൻ്റെ നേതൃത്വത്തെ തട്ടണം. അങ്ങനെയാണ് അവിടെ നിന്ന് പുറത്താക്കപ്പെട്ട ഹമാസ് നേതാക്കൾ തമ്പടിച്ച ഈ ദമാം എന്ന് പറയുന്ന ഖത്തർ തലസ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ അവർ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിലേക്ക് കൃത്യമായ ആക്രമണം നടത്തുന്നത്. ഈ ആക്രമണം നടത്തിയതിന് ശേഷം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്, ഞങ്ങൾ അമേരിക്കയെ പോലും അറിയിക്കാതെയാണ് ഈ ആക്രമണം നടത്തിയത്, ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് മാത്രമാണ്, ഞങ്ങൾ ആരെയും ഇത് ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു. മാത്രമല്ല ഈ ബെസ്ലേൻ സ്മോട്രിച്ച് എന്ന് പറയുന്ന അവരുടെ ധനകാര്യമന്ത്രി പിന്നീട് പറഞ്ഞത്, ഞങ്ങൾ ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണം നടത്തും, മാത്രമല്ല ഈ ആക്രമണം നടത്തിയ ഇസ്രേലിയൻ ആർമിക്ക് എല്ലാവിധ അഭിനന്ദനവും നൽകുന്നുവെന്നാണ് പറയുന്നത്. ഇതുകൂടാതെ ഇസ്രയേലിൻ്റെ ഈ ആക്രമണത്തെ അവിടുത്തെ കെൻസെറ്റ് സ്പീക്കറായിട്ടുള്ള അമീർ ഒഹാമ എക്സിൽ അഭിനന്ദിച്ചുകൊണ്ട് കുറിപ്പെഴുതി. കാരണം ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണിത്. എന്ന് പറഞ്ഞാൽ ഖത്തറിനെ ആക്രമിക്കുന്നതിലൂടെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് കൃത്യമായ ഒരു മെസ്സേജ് ഇസ്രയേൽ നൽകുന്നു, നിങ്ങളും ഇത്തരത്തിലുള്ള തീവ്രവാദ ഭീകര പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുകയാണെങ്കിൽ അടുത്ത ആക്രമണം അവിടേക്കായിരിക്കുമെന്ന്. അപ്പോൾ വലിയ രാഷ്ട്രീയ അനിശ്ചിതത്വം സൃഷ്ടിക്കാവുന്ന ഒരു നീക്കമാണ് ഈ നടത്തുന്നത്. ഇപ്പോൾ ഖത്തറിലേക്ക് ഇസ്രയേൽ ഇതാദ്യമായിട്ടൊരു ഓപ്പറേഷൻ നടത്തിയെന്ന് പറഞ്ഞാൽ ഇക്കാലത്ത്, അതായത് 2012 ശേഷം എല്ലാവിധ പിന്തുണയും ഹമാസിന് നൽകുന്നത്, അവിടുത്തെ നേതാക്കളെ ഒളിവിൽ പാർപ്പിക്കുന്നത്, അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം നൽകുന്നത് എല്ലാം ഖത്തറ. ഇത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ മൊസാദ് ഈ ആക്രമണത്തിൽ നിന്ന് ഒന്ന് പിന്നോട്ട് മാറുകയും അവിടേക്ക് ഷിൻബത്ത് കടന്നു വരികയും ചെയ്തു. IDFും ചേർന്ന് ആക്രമണം നടത്തുന്നു. ഒരു പക്ഷേ ആ ആക്രമണത്തിൽ അത്ര വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇവർ ലക്ഷ്യമിട്ടതുപോലെ ഹമാസിൻ്റെ മുഴുവൻ നേതാക്കളെയും
തീർക്കാൻ കഴിയാത്തത്. എന്നിരുന്നാലും ഖത്തറിനോട് പറയുന്നു, നിങ്ങൾ ആ നേതാക്കളെ രാജ്യത്ത് നിന്ന് പുറത്താക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അവിടേക്ക് ആക്രമണം നടത്തുമെന്ന് പറയുന്നു. ഇപ്പം ഖത്തർ ആകെ നാണം കെട്ടപ്പോഴത്തേക്കും ഖത്തറിൻ്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള മജീദ് അൽ അൻസാരി പറയുന്നുണ്ട്, എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനദണ്ഡങ്ങളെയും നഗ്നമായി ലംഘിച്ചുകൊണ്ടാണ് ഇസ്രയേൽ ഈ ആക്രമണം നടത്തിയത്. ഒരു പക്ഷേ ഗസയിലെ പ്രശ്നങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കാൻ എന്നും മുന്നിൽ നിൽക്കുന്ന ഖത്തർ എന്ന് പറയുന്ന മധ്യസ്ഥ രാജ്യത്തെ തകർക്കുന്ന നിലപാട് ഇസ്രയേൽ സ്വീകരിച്ചു. അപ്പോൾ ഇസ്രയേൽ പറയുന്നത് 3000 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു സ്ഥലത്തേക്ക്, അതായത് ജോർദാൻ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ കടന്നു വേണം ഇസ്രയേലി വിമാനങ്ങൾക്ക് ഇവിടെ എത്താൻ. എന്നിട്ട് വന്ന് വ്യോമാക്രമണം നടത്തി തിരിച്ചു പോകണമെങ്കിൽ ഈ രാജ്യങ്ങളും ഇതറിയണം. ഇപ്പോൾ സൗദി അറേബ്യയും UAEയും അടക്കമുള്ള രാജ്യങ്ങൾ പറയുന്നു, ഞങ്ങളെല്ലാ പിന്തുണയും നിങ്ങൾക്ക് നൽകുമെന്നൊക്കെ പറയുന്നു. ഇവിടെ ട്രംപിൻ്റെ നിലപാടാണ് ശ്രദ്ധേയം. വൈറ്റ് ഹൗസ് പറയുന്നു, ഇങ്ങനെ ഒരു ആക്രമണത്തെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന്. കാരണം മുമ്പ് അയത്തുള്ള അലി ഖാമനേയി എന്ന് പറയുന്ന ഇറാൻ്റെ തലവനെ വധിക്കാനായിട്ട് ഇസ്രയേൽ നീക്കം നടത്തിയപ്പോൾ അതിന് തടയിട്ടത് വേണമെങ്കിൽ ഈ പറയുന്ന അമേരിക്കയായിരുന്നെന്ന് പറയാം. അപ്പോൾ ഇത്തരം ഒരു ഓപ്പറേഷൻ 3000 കിലോമീറ്റർ അപ്പുറത്തേക്ക് നടത്താൻ ശ്രമിക്കുമ്പോൾ അതിനെ തടയിടാനോ അല്ലെ അതിനെ അബോർട്ട് ചെയ്യാനോ ഒരു ശ്രമം ഈ പറയുന്ന ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാം. അതുകൊണ്ട് അദ്ദേഹത്തെ അറിയിക്കാതെ ആക്രമണം നടത്തി. എന്നിട്ട് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു, ഞങ്ങൾ അമേരിക്കയുടെ കൂടെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയത്. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം സൃഷ്ടിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനുണ്ട്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് തീരുവ തർക്കം അല്ലെങ്കിൽ നോബൽ സമ്മാനം തുടങ്ങിയ കാര്യങ്ങൾ മുഴുകുന്നു. ഇസ്രയേലിന് ഗസയിലെ പ്രശ്നം ശാശ്വതമായിട്ട് പരിഹരിക്കപ്പെടണം, അത് ഇനിയും വൈകാൻ പാടില്ല, ബന്ദികളെ മോചിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിൽ ഇസ്രയേൽ ഇത് 6ാമത്തെ രാജ്യത്തെ ആക്രമിക്കുന്നത്. നമുക്കറിയാം 2023 ഒക്ടോബർ നവംബർ ആ സമയത്താണ് ഇസ്രയേലിലേക്ക് കടന്നു കയറി ഈ ഹമാസ് തീവ്രവാദികൾ ആക്രമണം നടത്തുന്നു, ബന്ദികളായിട്ട് കുറേ പേരെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഇതിന് ശേഷമാണ് ഇസ്രയേൽ തിരിച്ചടി തുടങ്ങിയത്. ആദ്യം ലെബനനിലേക്ക് പോകുന്നു, അതിനുശേഷം സിറിയയിലെ ആക്രമിക്കുന്നു, പിന്നെ യമനെ ആക്രമിക്കുന്നു, പലസ്തീനെ ആക്രമിച്ചു, ഇപ്പോൾ ഒടുവിൽ ഇതാ ഖത്തറിനെ ആക്രമിക്കുന്നു. അങ്ങനെ ഏത് രാജ്യമാണെങ്കിലും ഞങ്ങൾ പ്രശ്നമില്ല, ഹമാസിനെ പോലെയുള്ള തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ഉന്മൂലനം ചെയ്യുന്നതുവരെ ഞങ്ങൾ വിശ്രമിക്കില്ല. ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുമെന്ന് ധനമന്ത്രിയായിട്ടുള്ള സ്മോട്രിച്ച് തന്നെ വ്യക്തമാക്കി. ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമന്ത്രിയും ഇക്കാര്യം ഉറപ്പിച്ചു പറഞ്ഞു. ഇനിയുള്ള പേടി എന്താണെന്ന് വെച്ചാൽ ഇറാനിലേക്ക് കയറി ഇസ്രായേൽ ഒരു ആക്രമണം നടത്തുമോ, അങ്ങനെ നടത്തിയാൽ അത് അമേരിക്ക അറിയാതെ പോകുമോ എന്നൊക്കെയുള്ള ഭയമുണ്ട്. കാരണം ഈ അയത്തുള്ള അലി ഖമനയെ ഒരു തവണ ഇസ്രയേൽ ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് അമേരിക്കയ്ക്ക് മാറി നിൽക്കാൻ കഴിയില്ല. കാരണം അമേരിക്ക നൽകുന്ന സൈനികോപകരണങ്ങൾ, അവരുടെ യുദ്ധവിമാനങ്ങളൊക്കെ ഇസ്രയേൽ ഇതിനു വേണ്ടിയിട്ട് തന്ത്രപരമായിട്ട് ഉപയോഗിക്കാം. അപ്പം ജോർദാൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ മുകളിലൂടെ ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾക്ക് പറന്നുയരാൻ കഴിഞ്ഞാൽ അത് അമേരിക്കയുടെ കൂടെ പിന്തുണയിലാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും. ഇപ്പം UAEയുടെ പ്രസിഡന്റ് ഖത്തർ അമീറിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഇസ്രയേൽ കടന്നു കയറിയതിനെ ഞങ്ങൾ അപലപിക്കുന്നു, എല്ലാ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം UAE ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നു. അതിനുശേഷം സൗദി അറേബ്യയും പറയുന്നു, പരമാധികാരത്തിനും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് എല്ലാ പിന്തുണയും ഞങ്ങൾ നൽകുമെന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ പിന്തുണയുള്ള ഇസ്രയേലിനെ വെല്ലുവിളിക്കാൻ ഇവർക്ക് അത്ര വലിയ ധൈര്യമൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഹമാസുമായിട്ടുള്ള ഗസയിലെ വെടിനിർത്തലിന് വേണ്ടിയിട്ട് എല്ലായ്പ്പോഴും മധ്യസ്ഥത വഹിക്കുന്ന ഖത്തറിലേക്ക് ഇസ്രയേൽ ഒരു പണി കൊടുത്തത്. അതായത് ഹമാസിൻ്റെ നേതാക്കൾ ലോകത്ത് എവിടെ ഒളിച്ചിരുന്നാലും ഞങ്ങൾ അവരെ ആക്രമിക്കും, ഞങ്ങൾ അവരെ കീഴ്പ്പെടുത്തും. ഇത് തന്നെയാണ് ഇസ്രയേലിൻ്റെ നിലപാട്. ആ രീതിയിൽ കൃത്യമായ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഈ ആക്രമണങ്ങളെല്ലാം നടത്തുന്നത്. അപ്പം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ അതിനെ പ്രതിരോധിക്കാനോ അതിനെ ഒഴിവാക്കാനോ ശ്രമിച്ചാൽ ഞങ്ങൾ അതിൽ നിന്ന് പിന്തിരിയില്ല എന്ന് കൃത്യമായൊരു മെസ്സേജ് കൂടി കൊടുക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പറയുകയാണ്, ഞാനിത് അറിഞ്ഞില്ല, അല്ലെ ഞാൻ ഏറെ വൈകിയാണ് അറിഞ്ഞതെന്ന് പറയുമ്പോൾ ശരിയാണ്, ഞങ്ങൾ ഇതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുന്നു. ഇത് ചെയ്ത ഇസ്രയേലിയൻ സൈനികർക്ക് ഞങ്ങൾ പൂർണ്ണമായും അഭിനന്ദനം നൽകുന്നു, ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പം അവരുടെ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായിരുന്നു, വളരെ പ്ലാൻഡ് ആയിരുന്നു എന്നുള്ളത് ഇവിടെ വെളിവാക്കപ്പെടുകയാണ്. അപ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഖത്തറിനെ പിന്തുണച്ചാലും അവർ പറയുന്നത് ഖത്തറിൽ നിന്ന് ഹമാസിൻ്റെ നേതാക്കളെ പുറന്തള്ളണം.
അവരെ പുറത്താക്കുന്നത് വരെ, അല്ലെങ്കിൽ അത്തരം ഒരു നീക്കം നടത്തുന്നവരെ ഞങ്ങൾ ആക്രമണം നടത്തും. ഇതിൽ നിന്ന് ഞങ്ങൾ ഒരു കാരണവശാലും പിന്മാറില്ല. അപ്പം വളരെ കൃത്യമായിട്ട് ഇന്ത്യൻ മാതൃകയിൽ ഇന്ത്യ പാകിസ്ഥാനെ എങ്ങനെയാണോ ആക്രമിച്ചത്, അവിടുത്തെ സിവിലിയൻസിനെ ആക്രമിക്കാതെ ഉപദ്രവിക്കാതെ ചെയ്തതിന് സമാനമായ ഓപ്പറേഷൻ ഇസ്രായേലും നടത്തിയെന്ന് പറയാം. അപ്പം മിഡിൽ ഈസ്റ്റിനുള്ള ഒരു മുന്നറിയിപ്പ്, ഒപ്പം ഇറാനുള്ള ഒരു മുന്നറിയിപ്പ്, ഇതാണ് ഇസ്രായേലിൻ്റെ ദമാം ആക്രമണത്തിൻ്റെ ഫലമെന്ന് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.